അവർക്ക് സ്റ്റാർ ആവണം. സോഷ്യൽ മീഡിയ മാനിയ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അല്പത്തരത്തിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുക. ഇത്രയും അല്പന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ എല്ലാ പാർട്ടിയിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണമേ ഉണ്ടാവുള്ളൂ എന്ന ചിന്ത അട്ടിക്ക് നാണക്കേടാന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിക്ക് അസുഖം തുടങ്ങിയിട്ട് കുറെ കാലമായി. ഷാഫിക്ക് ഇങ്ങനെ ഈ ആളാവാൻ വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികളും റീൽസും പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടി കുറെ കാലമായി. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏൽപ്പിച്ചെന്നുള്ള മാതിരിയാണ് ഈ 8 കാലി മുന്നിലെ പരിപാടി എടുക്കുന്നത്. അപ്പം അതേസമയം ഇപ്പൊ ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ രാഹുലിനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിന്. തോന്നലാണ് അവർക്ക് അങ്ങനെ, കാരണം ഞങ്ങൾ വളർന്നുപോയി. പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ് ഇവരുടെ റീല് കണ്ടിട്ടാണ് മലയാളികൾ മുഴുവൻ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത്. എപ്പോൾ ചെയ്തു എത്ര വൃത്തികെട്ട വർത്താനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നീ അങ്ങ് ഉണ്ടാക്കണ്ട. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്റെ പ്രായത്തെ പോലും പിന്നെ നിനക്കുള്ള പാരിതോഷിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ല, അവൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ലായിരിക്കും, പക്ഷെ അവൻ മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ചതാ. അത്രയ്ക്കങ്ങ് അഹങ്കരിക്കണ്ട. അപ്പൊ ഇവനൊക്കെ നാളെ ഇനി ഒരു MLA കൂടെ ഒക്കെ ആവുകയും ഒരു മന്ത്രിയാവുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും? വൃത്തികെട്ട രീതിയിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടക്കില്ലേ ഇവർ രണ്ടുപേരും? എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് അഹങ്കാരം നിർത്തുന്നത്. എന്തായിരുന്നാലും അവർ പിന്നെ ഊതി വീർപ്പിച്ച ബലൂണാണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം BGM ഒക്കെ ഇട്ടിട്ട് ഇതങ്ങ് ഇറക്കാമെന്നാണ് കരുതിയത്.